ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശോഭാസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ലൊരു നാടൻ പലഹാരമായ അവലോസുണ്ടയാണ്. അതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അവലോസുണ്ട, അതും ശർക്കര കൊണ്ട്. ഈ അവലോസുണ്ട നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സാധാരണയായിട്ട് ഈ അവലോസുണ്ടയ്ക്ക് ഭയങ്കര കട്ടിയാണ്, പക്ഷെ ഞാനിന്ന് ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവുണ്ടയാണ്. ശർക്കര ചേർത്തിട്ടുള്ള അവലോസുണ്ട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അവലോസ് പൊടി 1/2 കിലോ എടുത്തിട്ടുണ്ട്. അതിനാവശ്യമായ ശർക്കര 250 ഗ്രാമും. ഇത് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് ആദ്യം നമുക്ക് ഉരുക്കിയെടുക്കാം. ഈ അവലോസ് പൊടിയിൽ നിന്ന് ഒരല്പം മാറ്റി വെക്കുകയും വേണം. ഇത് നന്നായിട്ട് ഉരുകിയതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കണം. എന്നിട്ട് വേറൊരു ചൂട് കട്ടിയുള്ള ഒരു വലിയൊരു ചീനിച്ചട്ടി എടുത്തിട്ട് ഇത് അരിച്ചെടുക്കാം. ഇപ്പോൾ ഈ ശർക്കരയെല്ലാം നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ഇനി ഒരു ചൂട് കട്ടിയുള്ള ഒരു നല്ലൊരു കടായി അല്ലെങ്കിൽ ചീനിച്ചട്ടിയോ ഉരുളിയോ നിങ്ങൾക്ക് ഏത് വേണേലും എടുക്കാം. അതിലേക്ക് ഈ പാനി അങ്ങ് അരിച്ചൊഴിക്കുക. ഇത് തീ കത്തിച്ച് നന്നായിട്ട് ഒരു നൂൽ പരുവം ആവണ്ട, അതിന് മുമ്പ് നമുക്കിത് ഓഫ് ചെയ്യണം. ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഒന്ന് നന്നായിട്ട് കട്ടിയായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു നൂൽ പരുവത്തിന് മുമ്പ് നമുക്ക് ഓഫ് ചെയ്തിട്ട് ഈ പൊടികളൊക്കെ ചേർത്ത് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഈ ഒരു നൂൽ പരുവമായി കഴിഞ്ഞാൽ അങ്ങ് കട്ടിയായി പോകുന്നതിന് മാവുണ്ട അങ്ങ് നല്ല കട്ടിയാവും. അതുകൊണ്ടാണ് ഒരു നൂൽ പരുവം വേണ്ടെന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ പാനിയൊക്കെ നല്ല പരുവത്തിന് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഏലക്ക പൊടിച്ചതും 1 സ്പൂൺ ചുക്ക് പൊടിച്ചതും കൂടെ ചേർക്കണം. ഇത് ഏലക്ക പൊടിച്ചതാണ്, പഞ്ചസാര ചേർത്ത് പൊടിച്ചത്. ചുക്ക് പൊടിയും 1 സ്പൂൺ ചേർക്കണം. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. തീ അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിനി അവലോസ് പൊടി ഇതിലേക്ക് ഇട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ഈ അവലോസ് പൊടി ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കുറേശ്ശെ ഇട്ടങ്ങ് ഇളക്കുക. അര കിലോ പൊടിക്ക് 250 ഗ്രാം ശർക്കര കണക്കാണ്. ആ രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഇതുപോലെ അങ്ങ് തട്ടിപ്പൊത്തി അങ്ങ് വെക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ അങ്ങ് തട്ടിപ്പൊത്തി അങ്ങ് വെക്കണം. എന്നിട്ട് സൈഡിൽ നിന്ന് ഓരോ സൈഡിൽ നിന്ന് എടുത്തിട്ട് വേണം നമ്മൾ ഉണ്ട ഉരുട്ടി എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതങ്ങ് കട്ടിയായി പോകും. അതുപോലെ ചെറിയ ചൂടോടുകൂടി വേണം ഉരുട്ടിയെടുക്കാനും. ഇതുപോലെ അങ്ങ്
വെച്ചിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാം. നല്ല ചൂടുണ്ടാവും. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉരുട്ടിയാലും മതി. ഇനി നമുക്ക് ഉണ്ട ഉരുട്ടാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഒരു വലിയൊരു പാത്രം ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന അവലോസ് പൊടിയിൽ നിന്ന് ഒരല്പം അങ്ങ് ഇടുക. നമുക്ക് ഓരോ സൈഡിൽ നിന്നായിട്ട് എടുത്തിട്ട് നമുക്കൊന്ന് ഉരുട്ടാം. ഇതുപോലെ എന്നിട്ട് ഈ അവലോസ് പൊടിയിലും കൂടെ ഒന്ന് കവർ ചെയ്തിട്ട് ഒന്നുകൂടി ഉരുട്ടി കഴിഞ്ഞാൽ നന്നായിട്ട് ഉരുണ്ട് കിട്ടുകയും ചെയ്യും. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഇടുക. ഇതുപോലെ എല്ലാം ഉരുട്ടിയെടുക്കണം. നമ്മളിങ്ങനെ തട്ടിപ്പൊത്തി വെച്ചിരുന്ന് കഴിഞ്ഞാൽ കാറ്റ് കയറി കഴിഞ്ഞാൽ അതങ്ങ് വിടർന്നു പോകും. അങ്ങനെ വിടർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തു വച്ചിരിക്കുന്നത്. അപ്പോൾ സൈഡിൽ നിന്ന് കുറേശ്ശെ എടുക്കാം. ഇതുപോലെ നമുക്ക് ഈ ബാക്കിയെല്ലാം മൗണ്ടേ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഈ അവലോസ് ഉണ്ടയെല്ലാം ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവലോസ് പൊടി എല്ലാം ഉണ്ടയിലും നന്നായിട്ട് കവർ ചെയ്ത് കിട്ടും. ഇനി ഇത് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ 1 മാസത്തിൽ കൂടുതൽ വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് ഒരു 32 എണ്ണത്തോളം ഉണ്ട്. നമ്മൾ 1/2 കിലോ അവലോസ് പൊടി കൊണ്ട് ഉണ്ടാക്കിയത്. ഈ അവലോസ് ഉണ്ട ഉണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇനി ഒരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.